ഇതിപ്പോൾ രണ്ടാം ടൈം വേണ്ടതില്ല എന്നുള്ളത് നേരത്തെ തീരുമാനിക്കപ്പെട്ടതായിരുന്നു. മൂന്നാം ടൈമിലേക്ക് പോവേണ്ടതില്ല എന്ന്. പക്ഷേ അതിന് ചില മാറ്റം വരുത്തി പാർട്ടി. മറ്റൊരു തരത്തിൽ കുറേ ആളുകൾ മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. രണ്ടാം ടൈമിൽ മന്ത്രിയാവേണ്ടതില്ല എന്നുള്ള ചില തീരുമാനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഒരു സർക്കാരിലേക്ക് പോകുന്നു എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ മുന്നണി മുന്നേറുമ്പോൾ, CM മുന്നേറുമ്പോൾ എന്തായി വീണ്ടും അതിൽ തീരുമാനങ്ങളിലും താല്പര്യങ്ങളിലും മാറ്റം വരുമോ? ആത്യന്തികമായി ഈ താല്പര്യങ്ങളെല്ലാം CMൻ്റെ താല്പര്യമാണ്, അത് പാർട്ടി നടപ്പാക്കുന്നു എന്നുള്ള മട്ടിലാണ് വിലയിരുത്തപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു രീതി അതത് ഘട്ടത്തിൽ ആലോചിക്കുക എന്നുള്ളതാണ്. മുൻകൂട്ടി കാര്യങ്ങൾ ആലോചിച്ച് വെച്ച് അത് നടപ്പാക്കുന്ന രീതിയല്ല. ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ആലോചിക്കൂ. തെരഞ്ഞെടുപ്പിന് ശേഷം അന്നത്തെ നില വെച്ചുകൊണ്ട് തീരുമാനിക്കുന്ന നിലയാണ് ഉണ്ടാകുന്നത്. നേരത്തെ അതാണ് ഉണ്ടായത്, ഇനിയും അതാണ് ഉണ്ടാകും. എന്തായാലും തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ പരാജയപ്പെട്ടാലുള്ള സാധ്യത എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്യാനുള്ള ഒരു സമയം ഇതല്ലാത്തത് കൊണ്ടും നമുക്ക് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കാവുന്നതും. അവിടെ ഞങ്ങൾക്ക് ജനങ്ങളിൽ എപ്പോഴും പ്രതീക്ഷയുണ്ട്. ആ നിലക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായും എല്ലാ വിജയപ്രതീക്ഷയും. വളരെ സന്തോഷം ന്യൂസ് മലയാളത്തോട് സഹകരിച്ചതിന്.